ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് കന്നഡ പഠിക്കാവുന്നതാണ്. ചെറിയ ചെറിയ വാക്കുകൾ തന്നെ. വലിയ വലിയ വാക്കുകൾ കൊണ്ട് കന്നഡ പ്രയാസപ്പെട്ട് പഠിക്കേണ്ടതില്ല. നിങ്ങൾക്ക് മലയാളം അറിഞ്ഞാൽ മതി. മലയാളം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിനാൽ യാതൊരു പ്രയാസവുമില്ല. വളരെ എളുപ്പത്തിൽ കന്നഡ പഠിക്കാവുന്നതാണ്. ഇപ്പോൾ കാം സൂത്രത്തോടെ സ്പോക്കൺ കന്നഡ. സൂത്രത്തിന്റെ പേരെന്താണ്? കാം. ഈ കാം സൂത്രത്തെ പറ്റി വിശദീകരിച്ചറിയാൻ തുടർന്ന് വരുന്ന പേജുകൾ ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഭാവി കാലത്തിൽ ചെയ്യാൻ പോകുന്ന ജോലികളെ പറ്റി കന്നഡത്തിൽ എങ്ങനെ പറയും? ഭാവി കാലത്തിൽ ചെയ്യാൻ പോകുന്ന ജോലികളെ പറ്റി എങ്ങനെയാണ് കന്നഡത്തിൽ പറയുന്നത്? ഭാവി കാലത്തിൽ നമ്മൾ അനേകം ജോലികൾ ചെയ്യും. ഭാവി കാലത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ജോലികളെ പറ്റി കന്നഡത്തിൽ എങ്ങനെയാണ് പറയുക എന്നത് നമുക്ക് മനസ്സിലാക്കാം. ഭാവി കാലം എന്നാൽ നാളെയാവാം, അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷവുമാകാം, ഒരു മണിക്കൂർ നേരത്തിന് ശേഷവും ആകാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? കാം സൂത്രം. വാക്യത്തിൽ കാം എന്ന് വരുമ്പോൾ അത് തന്നെ പോകാം, വായിക്കാം, പഠിക്കാം, പാടാം, സംസാരിക്കാം തുടങ്ങിയ അർത്ഥം വരുന്ന പദങ്ങൾ വരുമ്പോൾ തേൻ എന്ന പദം ഉപയോഗിക്കണം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മ വെച്ചുകൊള്ളുക. പോകുക എന്നാൽ കന്നഡത്തിൽ ഹോഗു. വായിക്കുക എന്നാൽ കന്നഡത്തിൽ ഓതു. പഠിക്കുക എന്നാൽ കന്നഡത്തിൽ കളിയു. പാടുക എന്നാൽ കന്നഡത്തിൽ ഹാഡു. സംസാരിക്കുക എന്നാൽ കന്നഡത്തിൽ മാതാടു. ഇവിടെയുള്ള ചാർട്ട് ശ്രദ്ധിച്ചു നോക്കുക. ഹോഗു പ്ലസ് ഓതു പ്ലസ് കളിയു പ്ലസ് ഹാഡു പ്ലസ് മാതാടു പ്ലസ് തേൻ എന്നു ചേർത്താൽ എന്താവും നോക്കാം. ഹോഗു പ്ലസ് തേൻ എന്നാൽ ഹോഗുത്തേൻ. ഓതു പ്ലസ് തേൻ എന്നാൽ ഓതുത്തേൻ. കളിയു പ്ലസ് തേൻ എന്ന് ചേർത്താൽ കളിയുത്തേൻ. ഹാഡു പ്ലസ് തേൻ എന്നാൽ ഹാഡുത്തേൻ. മാതാടു പ്ലസ് തേൻ എന്നാൽ മാതാടുത്തേൻ. പോകുത്തേൻ എന്നാൽ പോകാം. ഓതുത്തേൻ എന്നാൽ വായിക്കാം. കളിയുത്തേൻ എന്നാൽ പഠിക്കാം. പാടുത്തേൻ എന്നാൽ പാടാം. മാതാടുത്തേൻ എന്നാൽ സംസാരിക്കാം. ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തന്നെ എളുപ്പം മനസ്സിലാകും. നാന് ഹോഗുത്തേൻ എന്നാൽ ഞാൻ പോകാം. നാന് ഓതുത്തേൻ എന്നാൽ ഞാൻ വായിക്കാം. നാന് കളിയുത്തേൻ എന്നാൽ ഞാൻ പഠിക്കാം. നാന് ഹാടുത്തേൻ എന്നാൽ ഞാൻ പാടാം. നാന് മാതാടുത്തേൻ എന്നാൽ ഞാൻ സംസാരിക്കാം. ഇവിടെയുള്ള വാചകം നന്നായി ശ്രദ്ധിക്കുക. ഞാൻ പോകാം എന്നാൽ നാന് ഹോഗുത്തേൻ. ഞാൻ എന്നാൽ നാണ്. പോകാം എന്നാൽ ഹോഗുത്തേൻ. അപ്പോൾ ഞാൻ പോകാം എന്നാൽ നാന് ഹോഗുത്തേൻ. ഞാൻ പോകാം എന്നാൽ നാന് ഹോഗുത്തേൻ. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ കന്നഡത്തിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്. അവ ഏവ?
ഞാൻ പോകാം, ഞാൻ വായിക്കാം, ഞാൻ പഠിക്കാം, ഞാൻ പാടാം, ഞാൻ സംസാരിക്കാം. നിങ്ങൾക്കറിയാം, ഞാൻ എന്നാൽ നാണ്, കാം എന്നാൽ തേൻ. അപ്പോൾ ഞാൻ പോകാം എന്നാൽ കന്നഡത്തിൽ നാണ് ഹോഗുത്തേൻ. ഞാൻ വായിക്കാം എന്നാൽ കന്നഡത്തിൽ നാണ് ഓതുത്തേൻ. ഞാൻ പഠിക്കാം എന്നാൽ കന്നഡത്തിൽ നാണ് കളിയുത്തേൻ. ഞാൻ പാടാം എന്നാൽ കന്നഡത്തിൽ നാണ് ഹാടുത്തേൻ. ഞാൻ സംസാരിക്കാമെന്നാൽ കന്നഡത്തിൽ നാണ് മാതാടുത്തേൻ. പ്രയാസമൊന്നുമില്ലല്ലോ, എളുപ്പമായിട്ടുള്ളവ തന്നെയാണ്. ആ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മതി. ഇത്തരത്തിലുള്ള എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറയാം. ഇതുപോലുള്ള മറ്റു ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. ശരിയല്ലേ? അടുത്ത പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മിച്ചു കൊള്ളുക. ഇപ്രകാരമുള്ള മറ്റു ചില വാക്യങ്ങളും പറയാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ, കന്നഡത്തിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്. അവ ഏവ? ഞാൻ പഠിക്കും, ഞാൻ കാണും, ഞാൻ കെട്ടും, ഞാൻ എഴുതാം, ഞാൻ നടക്കാം. ഞാൻ എന്നാൽ നാണ്. ഞാൻ പഠിക്കാമെന്നാൽ കന്നഡത്തിൽ നാണ് കളിയുത്തേൻ. ഞാൻ കാണും എന്നാൽ കന്നഡത്തിൽ നാണ് നോടുത്തേൻ. ഞാൻ കട്ടാമെന്നാൽ കന്നഡത്തിൽ നാണ് സല്ലിസുത്തേൻ. ഞാൻ എഴുതാം എന്നാൽ കന്നഡത്തിൽ നാണ് ബരയുത്തേൻ. ഞാൻ നടക്കാം എന്നാൽ കന്നഡത്തിൽ നാണ് നടയുത്തേൻ. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ, കന്നഡത്തിൽ ഇതുവരെ എന്നെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഞാൻ, നമ്മൾ, നിങ്ങൾ, അവൻ, അവൾ, അവർ എന്നിവ ഉപയോഗിച്ച് വാചകങ്ങൾ പറയാം. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇവിടെ എത്ര വാചകങ്ങളുണ്ട്? 6 വാചകങ്ങളുണ്ട്. അവ ഏതെല്ലാം? ഞാൻ പോകുന്നു, ഞങ്ങൾ പോകുന്നു, നിങ്ങൾ പോകുന്നു, അവൻ പോകുന്നു, അവൾ പോകുന്നു, അവർ പോകുന്നു. ഞാൻ എന്നാൽ നാണ്, പോകുന്നു എന്നാൽ ഹോഗുത്തേൻ. ഞാൻ പോകുന്നു എന്നാൽ കന്നഡത്തിൽ നാണ് ഹോഗുത്തേൻ. ഞങ്ങൾ എന്നാൽ നാവു, പോകുന്നു എന്നാൽ ഹോഗുത്തേവേ. ഞങ്ങൾ പോകുന്നു എന്നാൽ നാവു ഹോഗുത്തേവേ. നിങ്ങൾ എന്നാൽ നീവു, പോകുന്നു എന്നാൽ ഹോഗുത്തീരി. നിങ്ങൾ പോകുന്നു എന്നാൽ നീവു ഹോഗുത്തീരി. അവൻ എന്നാൽ അവനും, പോകുന്നു എന്നാൽ ഹോഗുത്താനെ. അവൻ പോകുന്നു എന്നാൽ അവനു ഹോഗുത്താനെ. അവൾ എന്നാൽ അവളു, പോകുന്നു എന്നാൽ ഹോഗുത്താളെ. അവൾ പോകുന്നു എന്നാൽ അവളു ഹോഗുത്താളെ. അവർ എന്നാൽ അവരു, പോകുന്നു എന്നാൽ ഹോഗുത്താരെ. അവർ പോകുന്നു എന്നാൽ കന്നഡത്തിൽ അവര് ഹോഗുത്താരെ. ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഞാൻ പോകുന്നു എന്നാൽ കന്നഡത്തിൽ നാന് ഹോഗുത്തേൻ. ഞങ്ങൾ പോകുന്നു എന്നാൽ കന്നഡത്തിൽ നാവു ഹോഗുത്തേവേ. നിങ്ങൾ പോകുന്നു എന്നാൽ കന്നഡത്തിൽ നീവു ഹോഗുത്തീരി. അവൻ പോകുന്നു എന്നാൽ കന്നഡത്തിൽ അവനു ഹോഗുത്താനെ.
അവൾ പോകുന്നു എന്നാൽ കന്നഡത്തിൽ അവളു പോകുത്താളെ. അവർ പോകുന്നു എന്നാൽ കന്നഡത്തിൽ അവരു ಹೋಗುತ್ತಾರೆ. പ്രയാസമൊന്നുമില്ല, എളുപ്പമായിട്ടുള്ളവ തന്നെയാണ്. ആ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മതി. ഇത്തരത്തിലുള്ള എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറയാം. ഇതുപോലുള്ള മറ്റു ചില വാക്യങ്ങളും നമുക്ക് നോക്കാം. ശരിയല്ലേ? അടുത്ത പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മിച്ചു കൊള്ളുക. ഇപ്രകാരമുള്ള മറ്റു ചില വാക്യങ്ങളും നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ തേൻ സൂത്രത്തിന്റെ സഹായത്തോടെ കന്നഡത്തിൽ വാക്യങ്ങൾ എങ്ങനെ പറയാമെന്ന് നോക്കാം. അതേപോലെ തേൻ സൂത്രം വഴിയായി കന്നഡത്തിൽ എങ്ങനെയുള്ള വാക്യങ്ങളായാലും എത്ര വാക്യങ്ങളായാലും നന്നായി 100% പറയാൻ നിങ്ങൾക്ക് കഴിയും. ഇത് സാധിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ചെറിയ ചെറിയ വാക്യങ്ങളായാലും വലിയ വലിയ വാക്യങ്ങളായാലും എത്രത്തോളം ഉണ്ടായാലും ഈ തേൻ സൂത്രം മൂലം നിങ്ങൾക്കറിയാവുന്ന എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക. ഓക്കെ.